എൻ്റെ പേര് ഹരിദാസൻ. ഞാൻ പൂന്തോട്ടത്തിലെ കിച്ചണിലെ ഷെഫാണ്. ഞാൻ രാവിലെ കാലത്ത് 5 മണിക്ക് 5:30 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നു. രാവിലെ കയറിയതിൻ്റെ ശേഷം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്കായിട്ടൊരു വിളക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ വിളക്ക് വെച്ച് സന്നദ്ധി കത്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത്. ആദ്യം ഞാൻ പേഷ്യൻറ്റിനുള്ള ചുക്കുവെള്ളം റെഡിയാക്കുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള കിച്ചടികൾ, അവർക്കുള്ള കറികൾ, അങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. അത് കഴിഞ്ഞൊരു 7 മണിയാകുമ്പോഴേക്ക് എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകര ചേച്ചിമാർ എല്ലാവരും എത്തുന്നു. എനിക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരുന്നു. ഉച്ചയ്ക്കുള്ള ലഞ്ച്, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം, അത് ഓരോന്നോരോന്നാണ് അവർ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എനിക്ക് എത്തിച്ചു തരുന്നു. ഞാൻ രമണി, കിച്ചൺ അസിസ്റ്റൻറ്റ്. കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക. ഫുൾ കട്ടിങ് അധിക സമയം, സലാഡ് അങ്ങനെയുള്ള പണികളൊക്കെ അധികവും ഞാനുള്ളപ്പോൾ ഞാനാണ് ചെയ്യാറ്. എൻ്റെ പേര് ഗീതാ മുരളി. ഞാൻ പൂന്തോട്ടത്തിൽ 8 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. രാവിലെ 7:30 മുതലാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ക്യുമുലേറ്റീവ് പ്രകാരം എടുത്ത് ബാൻമാരിയിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30 മണിക്കാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ഫുഡ് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. രാവിലത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ 11 മണിക്ക് ഹെർബൽ ടീ, അത് നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പേഷ്യൻറ്റിന്. അത് റൂം സർവീസാണ്. 12 മണിയാകുമ്പോഴത്തേക്ക് അത് കഴിയും. 12:30 മണിക്കാണ് ലഞ്ച് ടൈം സ്റ്റാർട്ട് ആവുന്നത്. അപ്പോഴേക്ക് അതുപോലെ ഇതേ സെയിം രാവിലെ എങ്ങനെയാണോ നമ്മൾ ഫുഡ് ബാൻമാരിയിലേക്ക് വെച്ച് അതേപോലെ തന്നെ ഫുഡ് വെച്ച് 12:30ക്ക് സ്റ്റാർട്ട് ചെയ്യും ലഞ്ച്. 3:30 മണിക്കാണ് നമ്മുടെ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാ പേഷ്യൻറ്റിനും ഒരേ ഫ്രൂട്ട്സ് അല്ല, ചിലർക്ക് അലർജിയായ ചില ഫ്രൂട്ട്സുകളുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി 3:30 മണിയോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യും പേഷ്യൻറ്റ് ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി കഴിയുക ചെയ്യുക. പിന്നെ പൂന്തോട്ടത്തിനെ പറ്റിയിട്ട് പറഞ്ഞാൽ, രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോകമാണ്, നല്ല ഒരു അന്തരീക്ഷമാണ്. രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന സമയം അറിയില്ല. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നു. സമയം പോണത് അറിയില്ല. പിന്നെ 8 വർഷക്കാലം ഇവിടെ ജോലി ചെയ്തു. ഞാൻ മെയിനായിട്ടും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറാണ്. ഒരു ലേഡീസിന് എങ്ങനെയാണോ ജോലി ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെട്ടത്.